ദീപക് അറിയാലോ, ഓഫ് കോഴ്സ് എൻ്റെ ആദ്യത്തെ 2 സിനിമയും ബേസിക്കൽ ദിവസം സൺഡേ ഗോൾഡിയും ദീപക് ദേവ് തന്നെയായിരുന്നു. ഇപ്പൊ അദ്ദേഹം എംപുരാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വലിയ പ്രോജക്റ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനിടയിൽ മറ്റു സിനിമകളൊന്നും പുള്ളി കമ്മിറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ നോക്കി അറിയാം, കഴിഞ്ഞ 1 വർഷമായിട്ട് ഒറ്റ സിനിമയും പുള്ളി കമ്മിറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ പോയിട്ട് ദീപക് ഈ സിനിമ ഒന്ന് കാണും എന്ന് പറഞ്ഞിട്ട് ദീപകിന്റെ സ്റ്റുഡിയോയിൽ ഫസ്റ്റ് ഡബ് ചെയ്യാത്ത വേർഷൻ 2.25 മണിക്കൂറുള്ള ഒരു വേർഷനിലാണ് ഞാൻ ദീപകിനെ കാണിക്കുന്നത്. ദീപക് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ട്, ബ്രേക്ക് ചെയ്യണ്ട, സെക്കൻഡ് ഹാഫ് കാണാം എന്ന് പറഞ്ഞു. ദീപക് എനിക്ക് തരുന്നൊരു കോൺഫിഡൻസ് ഭയങ്കര വലുതാണ്. ഓഫ് കോഴ്സ് ദീപകിന്റെ പ്രത്യേകത, ദീപക് ഒരു പക്ഷെ മറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സിനേക്കാൾ അല്പം കൂടെ സമയം കൂടുതലെടുക്കും. അത് പുള്ളിയുടെ ഈ ഭയങ്കര പ്രിസൈസ്ഡ് പെർഫെക്ഷൻ വേണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പുള്ളി തന്നെയാണ് ചെയ്യുന്നതാണ് സംഭവം എല്ലാം. അല്ലാണ്ട് വേറെ ആൾക്കാരെ വെച്ചുകൊണ്ട് ചെയ്യുന്നത് വളരെ കുറവേ ഉള്ളൂ. പുള്ളി തന്നെയാണ് പ്രോഗ്രാം ചെയ്യുന്നത്. ഭയങ്കര സൗണ്ടിങ് സെൻസ് ഉള്ള ആളാണ്. അപ്പോൾ ദീപകിന്റെ ഒരു സുഹൃത്ത് എന്നതിനപ്പുറം ദീപക് ദേവിന്റെ ആസ് എ മ്യൂസീഷ്യൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഭയങ്കര വേഴ്സറ്റാലിറ്റി ഉള്ള ആളാണ്. ഇപ്പൊ അദ്ദേഹത്തിന്റെ പാട്ടുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കരളിന്റെ എന്നുള്ള പാട്ട് ഉദയനാണ് നേരത്തിൽ അതേ സിനിമയിലാണ് പറയാതെ അറിയാതെ എന്നുള്ള മനോഹരമായ ക്ലാസിക്, സ്വയംവര ചന്ദ്രിക, അങ്ങനെ പറഞ്ഞ ഇഷ്ടം പോലെ. അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര വേഴ്സറ്റാലിറ്റി ഉണ്ട് ദീപകിന്. പിന്നെ അദ്ദേഹം ശരിക്കും ഇപ്പൊ എഡിറ്റ് മാത്രമല്ല, മ്യൂസിക്കിനും നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, സാധാരണ ഒരു സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത് 18 ദിവസം മുതൽ 20 ദിവസം വരെയാണ്. പണ്ടൊക്കെ ഫിലിമിൽ ഷൂട്ട് ചെയ്തിരുന്ന സമയത്ത് അന്നൊക്കെ ശരിക്കും 3 ദിവസം അല്ലേ, അവർക്ക് 3 ദിവസത്തേക്ക് സ്റ്റുഡിയോ ബ്ലോക്ക് ചെയ്ത് 3 ദിവസം കൊണ്ട് റീ റെക്കോർഡിങ് കഴിയും. ഇന്നത്തെ മാറി 20-22 ദിവസമായി. പക്ഷേ ഈ സിനിമയ്ക്ക് ഏതാണ്ട് 4-5 മാസം ദീപക് എടുത്തിട്ടുണ്ട്. അപ്പോഴൊക്കെ അത്രയും ഞാൻ പറഞ്ഞു, ഇവർ ഈ 2 പ്രൊഡ്യൂസേഴ്സും എനിക്ക് ടെൻഷൻ ഉണ്ട് ആ സമയത്ത് ഇങ്ങനെ നീണ്ടു പോകുമ്പോഴേ. പക്ഷെ ആ നീണ്ടു പോയതിനൊക്കെ ദീപക് വർക്ക് കൊണ്ട് അതിന് ഉത്തരം നൽകി. ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്ന രീതിയിലേക്ക് ആ വർക്കിനെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അപ്പോഴും ഈ ജിസേട്ടൻ പറയുമ്പോഴേ ഒരു ആംഗിൾ ഉണ്ടല്ലോ, ഈ പടം അത്രയും ദിവസം ഹോൾഡ് ചെയ്ത് വെക്കുക, ഷൂട്ട് കഴിഞ്ഞു, പോസ്റ്റ് പ്രൊഡക്ഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു പ്രഷർ ഉണ്ടാവുമല്ലോ. കാരണം മറ്റ് സിനിമകൾ അതോടൊപ്പം നടക്കുന്നുണ്ട്. എങ്ങനെ അത് മാനേജ് ചെയ്ത് പോകുമ്പോൾ? അല്ല, നമ്മൾ ഈ പറഞ്ഞ നമുക്ക് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്നുള്ളതാണല്ലോ നമുക്ക് ഏറ്റവും വലുത്. ആ സാഹചര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെ വെയിറ്റിംഗ്. അപ്പം സിനിമ നന്നാവുക എന്നുള്ളതുണ്ട്. അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ എഫേർട്ട് എടുക്കാമോ അപ്പോൾ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതിന് മാത്രമല്ലല്ലോ, പണം ചെലവാക്കുന്നതിന് മാത്രമല്ല, നമ്മളതിൻ്റെ ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് ആ ഒരു ഔട്ട്പുട്ട് വരാൻ വേണ്ടി നമുക്ക് എടുക്കാവുന്ന എഫേർട്ട്, ടൈമും അത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ്. നമ്മൾ ഇന്ന സമയത്തിന് റിലീസ് ഡേറ്റ് വെച്ചിട്ട് സിനിമ അനൗൺസ് ചെയ്യുക എന്ന് പറഞ്ഞ പരിപാടി ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് സിനിമ ഇവോൾവായി വന്ന് ഏറ്റവും നല്ല ഷേപ്പിൽ വന്നിട്ട് നമ്മൾ റിലീസ് അനൗൺസ് ചെയ്യുക, സിനിമ തിയേറ്ററിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമുക്കിപ്പം നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കാൻ സാധിക്കുന്നത്. അത് എന്താ പറയുക, നമ്മളത് ആ സമയവും അത് ചെലവാക്കുക തന്നെയാണ് എൻ്റെ പ്രധാന കാര്യം. ജിസേട്ടാ ട്രാക്ക് മാറ്റിയ ജിസ്ജോയ് എന്നാണ് ഇപ്പം എല്ലാ സോഷ്യൽ മീഡിയയിലും പറയുന്നത്. അപ്പോൾ ഈ ഇതിലെ ഓരോ ക്യാരക്ടേഴ്സിനും നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്, അവരുടെ പെർഫോമൻസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ പുതിയ ഒരു ടൈപ്പ് സ്ക്രിപ്റ്റ് ഇങ്ങനെ ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് ഓരോ ആക്ടേഴ്സിലേക്ക് എത്തിയത്? ഇപ്പോൾ ആക്ടേഴ്സിലേക്ക് എത്തിയെന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെ ചെറിയ ക്യാരക്ടേഴ്സ് ആണെങ്കിലും അറിയപ്പെടുന്ന ആൾക്കാരാണ്. എനിക്ക് അതൊരു നിർബന്ധം ഉണ്ടായിരുന്നു. ഈ സിനിമയിൽ അങ്ങനെ വേണമെന്ന്, എല്ലാ സിനിമയും അങ്ങനെ വേണം നിർബന്ധമില്ല കേട്ടോ, പക്ഷെ ഇതിൽ അങ്ങനെ വേണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ ഈ ഇനീഷ്യൽ ഡിസ്കഷനിൽ ഇതിന്റെ ക്യാമറാമാൻ ശരൺ വേലായുധനെ ഞാനും കൂടെ ഒരു 2 ദിവസത്തെ ഒരു സെറ്റിംഗ് ഉണ്ടായിരുന്നു. അത് എൻ്റെ വീട്ടില്, എൻ്റെ ഫ്ലാറ്റില്. അപ്പോൾ ആ സെറ്റിങ്ങിലാണ് ഞങ്ങൾ ഇതിന്റെ കളർ, ഏതെല്ലാം കളേഴ്സ് ഉപയോഗിക്കണം, ഏതെല്ലാം കളേഴ്സ് ഉപയോഗിക്കരുത് എന്നുള്ളൊരു ഡിസിഷൻ എത്തുന്നത്. നിങ്ങൾക്ക് അറിയുമ്പോൾ പറയുമ്പോൾ മാസ്റ്റർ അനാമോർഫിക് എന്ന് പറയുന്ന ലെൻസിലാണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ സ്ക്രീനിലും ഇത് സ്പെഷ്യലായിട്ട് എഡിറ്റ് ചെയ്യാതെ പ്ലേ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ അതിന്റെ ഒരു ആ അനമോർഫിക് ലെൻസ് തരുന്ന ഒരു ബ്യൂട്ടി ഉണ്ട് സിനിമാറ്റോഗ്രഫിയിലും. അപ്പോൾ എന്ന് പറയുന്ന പോലെ ഓരോ ആർട്ടിസ്റ്റിനും ഇങ്ങനെ പെരുമാറണം, സട്ടിലായിട്ട് നിർത്തേണ്ടടുത്ത് സട്ടിലായിട്ട് നിൽക്കണം. അങ്ങനെയുണ്ട്. ഇപ്പൊ ഒരു സ്റ്റാർ വാല്യൂ വെച്ചിട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് സീനിലൊക്കെ ചില സീനിലൊക്കെ ആസിഫ് വളരെ സട്ടിലായിട്ട് മിണ്ടാതെ നിൽക്കുകയാണ്. അവിടെ നമ്മൾ ഹീറോ ആണ്, ഇയാളെ പെർഫോം ചെയ്യട്ടെ എന്ന് വിചാരിച്ചാൽ അത് വേറെ കൈൻഡ് ഓഫ് സിനിമയായി പോകും. അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഞാൻ റെസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജിസയുടെ ട്രാക്ക് മാറ്റിയ പോലെ നസീർക്കൻ ട്രാക്ക് മാറ്റിയതാണോ? അങ്ങനെയല്ല, ഈ പറഞ്ഞ പോലെ അങ്ങനൊരു മാറ്റം കൂടി വേണ്ടേ? ഇപ്പോ നിങ്ങളൊക്കെ തന്നെ പറയുന്നില്ലേ, എല്ലാവരും നന്നായിട്ടുണ്ട്, കൊള്ളാമെന്നൊക്കെ പറയുന്നില്ലേ? അതായിരുന്നു നമ്മൾ ഇത്രയും കാലം ആഗ്രഹിച്ചിരുന്നു. അപ്പൊ ഞങ്ങൾ ഇന്നലെ ഒരു കാര്യം ഞാൻ ജിസ്മോനോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മിമിക്രിയിൽ ഞാനൊരു കുറേ താരങ്ങളെ അനുകരിച്ചിട്ടുണ്ട്, രാഷ്ട്രീയക്കാരെയൊക്കെ അനുകരിച്ചിട്ടുണ്ട്.
ഇപ്പോൾ ഏതെങ്കിലും ഒരു നടനെ ഞാൻ അനുകരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഈ ഒരു 10,000-5,000 പേര് അനുകരിക്കുന്നത് ചിലപ്പോൾ ആ നടനെ ആയിരിക്കും. ആ നടൻ ചെയ്ത് ഹിറ്റാക്കിയ ഏതോ ഒരു കഥാപാത്രത്തെ ആയിരിക്കാം. നമ്മളെന്തൊക്കെ ചെയ്താലും അത് ആ നടൻ അവകാശപ്പെട്ടതാണ്. പക്ഷെ സിനിമയിൽ നമ്മളൊരു കഥാപാത്രം ചെയ്ത് വിജയിച്ചാൽ അത് നമുക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അതിൻ്റെ ഒരു സന്തോഷം. അതാണോ തുടക്കത്തില് അല്ല, ഈ സിംഗിൾ തല രാവണന്റെ കാര്യം ചോദിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ തലവനിലെ സിംഗിൾ തല രാവണൻ ആരാണ്? നിസ്സേട്ടനാണോ? അങ്ങനെ ഒരു ഇപ്പൊ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഒരു പേരാണ് സിംഗിൾ തല രാവണൻ. നമ്മളിലേക്ക് വരുമെന്ന് തോന്നിയിട്ടുണ്ടോ ആ പേര്? ഉറപ്പായിട്ടും സിംഗിൾ തല രാവൺ അങ്ങനെ ഒരു ടൈറ്റിൽ വെക്കാൻ കാരണം അത് ഒരേ സമയം ഹ്യൂമർ ആയിരിക്കണം, അത് ഒരേ സമയം അതിനകത്ത് വേറെ ഇൻസൈറ്റ് ഉണ്ടാകണം. അങ്ങനെ ഒരു സംഗതി ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഹ്യൂമർ വർക്കാവുകയും വേണം. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഇന്നലെ ആ സീനുകൾക്കൊക്കെ ആൾക്കാർ ക്ലാപ്പ് ചെയ്യുന്നുണ്ടപ്പോ. ഈവൻ ആ ടൈറ്റിൽ പറയുന്നിടത്ത് മുതൽ അതാ പറഞ്ഞത്, ചില സമയത്ത് നമുക്ക് തോന്നുന്നത് ഈ പറഞ്ഞ ആരോ തോന്നിപ്പിക്കുന്നതാണ് ചെയ്യുന്നു. ഈ ടൈറ്റിലുകൾ എവിടുന്നാ കിട്ടുന്നത്? സിംഗിൾ തല രാവണൻ, ജെട്ടിക്കുള്ളിലെ ഭീകരൻ, അതൊക്കെ ഓർത്തിരിപ്പുണ്ട്. ഇങ്ങനെ ഇത് ഒരു ദിവസം രഞ്ജി പണിക്കരേട്ടനും കൂടെ മോഹൻകുമാർ ഫാൻസിന്റെ സമയത്ത്, അല്ല വിജയ് സൂപ്പറിന്റെ സമയത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രഞ്ജിയേട്ടൻ പറഞ്ഞു, എടാ ഇതിങ്ങനെ എഴുതി വരുന്ന സമയത്ത് ഇപ്പൊ കിങ്ങിലെ ക്യാരക്ടറിന്റെ പേരൊക്കെ ഓരോരുത്തരുടെ പേരും പുള്ളി പറയാണ്, എഴുതി വരുമ്പോൾ അതിനെ കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല, ഡെലിബറേറ്റ്ലി ഒന്നും ചെയ്തിട്ടില്ല. എഴുതി വരുമ്പോൾ ഒരു ഒഴുക്കിനങ്ങ് വരുന്ന അത് ശരിയാ. ഞാനിപ്പോ അത് എങ്ങനെയാണ് ആ പേര് കിട്ടിയെന്ന് എനിക്കെന്നെ അറിയില്ല. സിംഗിൾ തല രാവണൻ. അല്ല, സിനിമയിൽ അതിന്റെ ആൻസർ ഉണ്ട്. സിനിമയിലുണ്ട്. വിമൻ ക്യാരക്ടേഴ്സ് ഈ പടത്തിൽ ഇപ്പൊ സാധാരണ ഒരു പോലീസ് സ്റ്റോറിയില് പോലീസുകാരന്റെ ഭാര്യ എന്ന് പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ യൂണിഫോം ഒക്കെ തേക്കുന്ന, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന, അവിടെ വരെ അവസാനിക്കും. പക്ഷെ ഇതിൽ കുറച്ചും കൂടി ഉണ്ട് ചെയ്യാൻ. അങ്ങനെ തന്നെ റൈറ്റിംഗിൽ വേണം, ഇവർക്കൊരു ലെയർ വേണം, ഇവർക്കും കഥയിൽ ചെയ്യാൻ വേണം. അതും നിങ്ങളുടെ ആദ്യത്തെ കഥയിലുണ്ടായിരുന്നോ? അതോ? ഉറപ്പല്ല, അങ്ങനെയല്ല. ആദ്യത്തെ കഥയിൽ അതുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ നോക്കി അറിയാൻ ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ സിനിമയിലും എനിക്ക് ഈ സ്ത്രീ കഥാപാത്രങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പൊ അത് പറയുമ്പോൾ അതിന് വേറൊരു കോണ്ടെക്സ്റ്റിൽ അതെ എടുക്കണം എന്നില്ല, പക്ഷെ എങ്കിലും പറയണം. ആദ്യത്തെ സിനിമയിൽ ബൈസിക്കിൾ ദിവസം മുതൽ നോക്കിയോ, ഒരു പോയിന്റിൽ ആസിഫിനെ കൊണ്ട്, ആസിഫ് പോലും അറിയാതെ ആസിഫിനെ ചീറ്റ് ചെയ്ത് വേറൊരു ലക്ഷ്യവുമായി പെരുമാറുന്ന അപർണ ഗോപിനാഥ് ചെയ്ത ക്യാരക്ടറാണ്. അതിനുശേഷം സൺഡേ ഹോളിഡേ ചെയ്തു. സൺഡേ ഹോളിഡേ ചെയ്തപ്പോൾ അപർണ ബാലമുരളി എന്തുമാത്രം വലിയ റോൾ അതിനകത്ത് ചെയ്തതെന്ന് നിങ്ങൾക്കറിയാം. അത്രയും വളരെ തകർന്നിരിക്കുന്ന ഒരാളെ ഒരു സുഹൃത്ത് എന്ന രീതി മോട്ടിവേറ്റ് ചെയ്യിക്കുന്നു, പിന്നെ ഇത് പ്രണയമാകുന്നു, പിന്നെ അതിന് വേറെ ലെയേഴ്സ് വരുന്നു. അതിനുശേഷം വിജയ് സൂപ്പറും പൗർണമിയും ടൈറ്റിൽ തന്നെ നമ്മള്. അപ്പൊ അങ്ങനെ ഞാൻ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ലീഡിങ് കഥാപാത്രങ്ങൾ വളരെ ശക്തമായിട്ട് സിനിമയിലും. എല്ലാ സിനിമയ്ക്കും നമുക്ക് അത് വേണമെന്ന് എഴുതാനൊന്നും പറ്റുന്നില്ല. പക്ഷെ എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇന്നലെ വരെയുള്ള ഡിവിഷൻ ഞാനായിട്ടൊരു ഫൈറ്റ്. എക്സാക്ട്ലി. എനിക്കത് ഈസി ആയിട്ട് ആന്റണിയും, അതെ കറക്റ്റ്, ആന്റണിയും ആസിഫും കൂടിയിട്ടുള്ള ഫൈറ്റ് ആക്കാറുണ്ടല്ലോ. അത് എങ്ങനെ നമ്മൾ ചിന്തിക്കുള്ളൂ. പക്ഷെ നമ്മൾ അപ്പൊ പോലും കാണാത്തത് കാണിക്കാൻ. അതാണ് ആന്റണി ഇരുന്നിട്ടാണ് ഡിവിഷനെ കൊണ്ടുതന്നെ എടുപ്പിച്ചത്.